ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ വിഷപ്പാമ്പുകളുടെ എണ്ണം ഒന്നിനൊന്നിന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷം തുപ്പുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് വിഷകലയുടെയും അല്ലെങ്കിൽ വത്സൻ തില്ലങ്കരിയെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പേരുകളായിരിക്കും. ഇന്നിപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും പച്ചയ്ക്ക് പല സ്ഥലങ്ങളിലും പോയിട്ട് വർഗീയതകൾ വിളമ്പുന്നുണ്ട്. ഈ TG മോഹൻദാസിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ അല്ലേ. അതായത് ഈ വർഗീയതയുടെ നിറകുടം തുളുമ്പി നിൽക്കുന്ന ഒരു വിഷപ്പാമ്പാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ത്രാണിയില്ല. എന്നിട്ട് പോലും വായിന്ന് വരുന്ന ഈ വിഷം അതിങ്ങനെ നിരന്തരം ഇദ്ദേഹത്തിൻ്റെ ABC എന്ന് പറയുന്ന ഒരു മലയാളം ചാനലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുള്ളിയുടെ തന്നെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട്. ഇതിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് നിരന്തരം കേരളത്തിലെ സമൂഹത്തോട് ഇങ്ങനെ വർഗീയത ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. കാരണം ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തിലും ജീവിക്കുമ്പോഴത്തേക്ക് ഈ വർഗീയതയുടെ വിത്തുകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് പാകിയിട്ട് ഇവനൊക്കെ ഒരുപ്പോക്കും പോയി കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ കിടന്ന് മുളച്ച് വലുതായി അത് വ്രണമായി പിന്നെ അതൊരു വലിയൊരു ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രസ്താവനകൾ. അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പല സ്ഥലത്ത് കേരളത്തിൽ വരുമ്പോഴത്തേക്ക് നാരീശക്തിയെ കുറിച്ചിട്ട് ഇദ്ദേഹം ഘോരഘോരം പ്രസംഗിക്കുന്നു. കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്തിട്ടുള്ളൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റ് വടക്കേ ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് മുസ്ലിങ്ങളെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പെറ്റുകൂട്ടുന്നവരാണ് അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരാണെന്നൊക്കെ അതിരൂക്ഷമായ ഭാഷയിലൊക്കെ വിമർശിച്ചിട്ടു. കരിങ്കാളിയല്ലേ എന്നൊക്കെ ഉള്ള ആ ഒരു പാട്ട് നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇങ്ങനെ ആടി പറയുന്നവിടേക്ക് മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു വിരോധിയല്ല, കാരണം ഞാൻ ഈദ് സമയത്തൊക്കെ ഒന്നും വെക്കാറില്ല, അല്ലെങ്കിൽ അവരാണ് എനിക്ക് കൊണ്ടുതരുന്നത്, ഞാൻ അവരുമായിട്ട് അത്രയും വലിയ സൗഹൃദത്തിലാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ നരേന്ദ്രമോദി എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ TG മോഹൻദാസ് എന്ന് പറഞ്ഞ ഈ ഒരു വിഷപ്പാമ്പ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളം മാത്രമല്ല ഇന്ത്യയടക്കം ഇത് വലിയൊരു മുസ്ലിം രാജ്യമായി മാറും. അത് ഒരു വലിയൊരു വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടുത്തെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പോകും. അതുകൊണ്ട് അവർക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. നിങ്ങളിപ്പം സൗദി അറേബ്യ, ഖത്തർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു സമത്വമില്ല. കാരണം അവിടെ ഒന്നും മറ്റാൾക്കാർക്ക് യാതൊന്നും തന്നെ കിട്ടാനില്ല. ചെറിയൊരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളിലേക്ക് നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഭാരതം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് മാറുകയാണോ? ആണ്. പതുക്കെയാണെങ്കിലും അങ്ങോട്ടാണ് പോക്ക് എന്ന് പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഓർ കമ്മിറ്റി സംതിങ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അവർ അതിൻ്റെ എക്കണോമിക്സിനെ പറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഈ 1950 മുതൽ 2015 വരെയുള്ള കണക്കുകളൊക്കെ ഏതോ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അനലൈസ് ചെയ്തത് ഭാരതത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു, ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറച്ച് വർദ്ധിക്കുന്നു, മുസ്ലിങ്ങൾ അത്രയില്ല, ഹിന്ദുക്കളുള്ളത് കുറഞ്ഞു വരുന്നു. ഇതെന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു. 2015 ഉള്ള കണക്ക് അമേരിക്കക്കാരന് എഴുതി വെച്ചത് ഈ കമ്മിറ്റിക്കാരെടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് വിവാദം. ആർക്കറിഞ്ഞുകൊടുത്ത് മുസ്ലിം പോപ്പുലേഷൻ കൂടി വരികയാണെന്ന്? കേരളത്തിൽ വെറുതെ നിരത്തിലിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-1 മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. 3-1. കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ ഈസ് എനിവെയർ ബിറ്റ്വീൻ 35 and 36. ഇവർ ഈ 2015 കണക്കല്ലേ പറയുന്നത്. 9 കൊല്ലം കൊണ്ട് എത്ര വർദ്ധിച്ചു കാണും? മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത്. കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. ഞാൻ TG മോഹൻദാസ് നിങ്ങളോട് പറയുന്നു, ഇതിന് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും ഒന്നും അന്വേഷിച്ച് നോക്കണ്ട, നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ മതി. ഞാനിതൊരു മുസ്ലിം വിരുദ്ധത കൊണ്ട് പറയുന്നതൊന്നുമല്ല. മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയൊന്നുമല്ല അത്. ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയോ എന്ന് ചോദിച്ചാൽ അത്ര കൂടിയിട്ടില്ല. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ ശതമാനം കുറഞ്ഞാണ് വരുന്നത്. ശതമാനം, എണ്ണമല്ല. എണ്ണം കൂടുന്നുണ്ടാവാം, പക്ഷേ മൊത്തം എടുത്തു കഴിയുമ്പോൾ ശതമാനം അവരുടെ കുറവായിരിക്കും. ഇതാണ് കേരളത്തിലെ സ്ഥിതി. 2011 സെൻസസിൽ
27% മുസ്ലിങ്ങളില്ലേ? എത്രയായി? 11, 10, 21, 13 വർഷമായി. ഈ 13 വർഷം കൊണ്ട് ഒരു 5% വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 27, 5, 32%. ഇതിൽ തെറ്റൊന്നുമില്ല. അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു, അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. ഹിന്ദുക്കൾക്ക് 2.1 ആണ്, അതായത് ഒരാൾക്ക് 2.1 കുട്ടികൾ. മുസ്ലിങ്ങൾക്ക് 2.3 കുട്ടികൾ. 17 അവർ തന്ന കണക്കനുസരിച്ച് കേരളത്തിൽ ജനിക്കുന്ന 100 കുട്ടികളിൽ 41 കുട്ടികൾ, 41.7 കുട്ടികൾ മുസ്ലിങ്ങളും 43.something ഹിന്ദുക്കളും. കരുതുക, ഈ സമൂഹത്തിൻ്റെ എണ്ണം കൂടി വരുന്നു, മറ്റതിൻ്റെ കുറവ് വരുന്നു. വാസ്തവത്തിൽ സംഭവിക്കുന്നത് കേരളം മെല്ലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറുന്നു. ഭാരതം വളരെ പതുക്കെ നീങ്ങുന്നു, കേരളം വളരെ വേഗം നീങ്ങുന്നു. കാരണം കേരളത്തിൽ ഇൻഹറൻലി മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ. ഹിന്ദുക്കൾക്ക് ഒരു വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം ജനസംഖ്യ കൂടി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ എന്താ, അവർ തിന്നാൻ പോകുന്നു എന്നാണ് കുറഞ്ഞ പക്ഷം ലോക ചരിത്രം തെളിയിക്കുന്നത്. ലോകത്തിൽ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, അതിലേതെങ്കിലും സെക്യുലർ ഉണ്ടോ? മുസ്ലിം അല്ലാത്തവർക്ക് അവിടെ ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടോ? ഇല്ല. സൗദി അറേബ്യയിലില്ല, UAE-യിലില്ല, ഒമാനിലില്ല, ഖത്തറിലില്ല, എങ്ങുമില്ല. അവിടെയൊക്കെ നമ്മുടെ ആൾക്കാർ പോയി ജോലി ചെയ്യുന്നു, കാശ് കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു, കാര്യമൊക്കെ ശരി. ബട്ട് ഇസ്ലാമാണെങ്കിൽ 10%, 12% മറ്റോ PSC-യിൽ സംവരണം മുസ്ലിങ്ങൾക്ക്. 4 പെണ്ണുങ്ങളെ വരെ കെട്ടാം. പാകിസ്ഥാനിൽ പോലും സമ്മതിക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഭീഷണിയുടെ കാര്യം ഈ ഈക്വൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ എന്ന് ഒരു 45%-ലെത്തുന്നോ അന്ന് ഇത് മുസ്ലിം രാജ്യമായിട്ട് മാറും. 30% കൂടുതൽ മുസ്ലിങ്ങളായിക്കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ തിരിച്ച് വേറൊരു മതത്തിൻ്റെ കയ്യിലേക്ക് വരാൻ പ്രയാസമാണ്. 35-36 എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് പരിപൂർണമായിട്ട് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലേക്ക് പോകും. ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കാത്തതെന്താ? ഇനി വർദ്ധിച്ചാൽ തന്നെ മറ്റുള്ളവർ ഭയക്കാത്തതെന്താ? ക്രിസ്ത്യാനികളുടെ സാധാരണ രാഷ്ട്രങ്ങളാണ്, അവർക്ക് അപ്പർ ഹാൻഡുള്ള സ്ഥലത്ത് പോലും. അമേരിക്ക, ഇംഗ്ലണ്ട്, ഇറ്റലി, ഫ്രാൻസ്, ഇവരൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണല്ലോ. ഇവർക്കാർക്കും ഒരു കുഴപ്പവും അവിടെ ഈക്വൽ സ്റ്റാറ്റസ് എല്ലാവർക്കും ഉണ്ട്. മഹാമോശമാണ് എന്ന് ഞാൻ കരുതുന്നു. ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് ഇത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന സ്ഥലമായിട്ട് നിലനിൽക്കുന്നത്. ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ്. ഒരുപക്ഷെ ക്രിസ്ത്യൻ രാഷ്ട്രമാണെങ്കിൽ പോലും എല്ലാവർക്കും തുല്യ പരിഗണന കിട്ടിയെന്ന് വരും. മുസ്ലിം രാഷ്ട്രമായാൽ ഒരു കാരണവശാലും തുല്യ പരിഗണന കിട്ടാൻ പോകുന്നില്ല. ഓടിപ്പോകാൻ വേറെ സ്ഥലവുമില്ല. ഇതാണ് ഹിന്ദുക്കൾ നേരിടുന്ന ദുർഗതി. ഈ ദുർഗതി മുന്നിൽ കണ്ടിട്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഹിന്ദുക്കൾ പരിഭ്രമിക്കുന്നത്. ആ പരിഭ്രമത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനുണ്ട്, ഒരു ന്യായമുണ്ട്. എന്നാൽ അതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ തൽക്കാലം എനിക്കറിയില്ല എന്നാണ് ഉത്തരം. ഏതായാലും ഈ അമ്മാവൻ ഏകദേശമൊക്കെ ആയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ഉള്ളിലുള്ള വർഗീയത ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കുറവില്ല കേട്ടോ. കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കാര്യം പഴകും തോറും വീര്യം കൂടുമെന്നാണല്ലോ സാധാരണ പഴമക്കാരൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ പഴകും തോറും ഈ ആശാന്റെയും വീര്യം ഇങ്ങനെ കൂടിക്കൊണ്ടുവരിക. എന്തായാലും ഈ വിഷം തുപ്പുന്ന ഈ നാവ്, സത്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സമൂഹം ഇവരെയൊക്കെ വെറുത്തു എന്നുള്ളതാണ്. കാരണം വർഗീയത എന്ന് പറയുന്ന ഒരു സാധനമല്ലാതെ ഇവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനേ അറിയത്തില്ല. കാരണം ഇവിടെ മുസ്ലിങ്ങൾ പെരുകുന്നു, ഇത്ര ശതമാനം കൂടുന്നു, അതുകൊണ്ട് ഈ രാജ്യം മുസ്ലിം രാജ്യമാകും. കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രൊപ്പഗണ്ട ആണല്ലോ, ഇതൊരു മുസ്ലിം രാജ്യമാകും. 100 കൊല്ലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ആണെന്നാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അക്കാലത്ത് ഇല്ലാത്ത ഒരു പുതിയൊരു സംഭവം ഇപ്പൊ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും TG മോഹൻദാസിനെ പോലുള്ള ഇത്രയും വർഗീയത തുപ്പുന്ന ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ തന്നെ കൊടുക്കുക. ഈ വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ വിഷജന്തുക്കളെയൊക്കെ ഒന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.